ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. കോടങ്കോട്ട് കുടുംബ സംഗമം മുമ്പും ഒരു പ്രാവശ്യം കോടങ്കോട്ട് വെച്ച് നടന്നിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ പരിപാടിക്ക് പൊലിമകൾ ഏറെയുണ്ട്. കാരണം കോടങ്കോട്ട് ഫാമിലി വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുക എന്നുള്ള ആശയം ഇതിന്റെ ഭാരവാഹികളിലും പ്രവർത്തകരിലും ഉണ്ടായത്. 12/12/2009 ഇതിനാം തയ്യൽ ജാഫറിന്റെ വീട്ടിൽ വെച്ച് ചേർന്ന അഭ്യുദയകാംക്ഷികളുടെ ഒരു ആലോചനാ യോഗത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആശയം ഉളവട്ടിയത്. അങ്ങനെ ദീർഘമായ ചർച്ചകളും യോഗങ്ങളും നടന്നു. ഒരു ഭരണഘടന നിർമ്മിക്കാൻ ചിലരെ ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള ആലോചനകൾക്ക് ശേഷം ഭരണഘടന അംഗീകരിക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കക്കട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഈ ട്രസ്റ്റിന്റെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ കുടുംബത്തിലെ പ്രയാസം അനുഭവിക്കുന്ന അംഗങ്ങളെ സഹായിക്കണം. അതോടൊപ്പം തന്നെ ഈ നാട്ടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസപരമായും ഉദ്യോഗരംഗത്തും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കുടുംബത്തിന് ഇന്നുള്ളത്. അത് മാറ്റിയെടുക്കണം. പഠിക്കാൻ താല്പര്യമുള്ള, സാമ്പത്തിക പ്രയാസങ്ങളൊന്നുകൊണ്ട് മാത്രം പഠിക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി അവളെ ഉന്നതമായ രീതിയിൽ വളർത്തിയെടുക്കുക, വിദ്യാസമ്പന്നരാക്കുക, ഉയർന്ന ജോലികളിൽ തേടിപ്പിടിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളെയും മറ്റ് അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കണം എന്നുള്ള മഹത്തായ ലക്ഷ്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുക, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് വിവിധ വീടുകളിൽ വെച്ച് ഇത്തരം കുടുംബ സംഗമങ്ങൾ നടത്തണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മറ്റും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റിന് ഒരു വെബ്സൈറ്റ് സമത് നരിപ്പറ്റയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. www.kodangkot.com എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള മുഴുവൻ ഡാറ്റകളും നിങ്ങൾക്ക് അതിൽ ലഭിക്കാനുള്ള ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളെ പ്രാഥമികമായിട്ട് ഒരു ട്രസ്റ്റിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ട മിക്കവാറും എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ഈ കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒരു ഡയറക്ടറി
തയ്യാർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നിവിടെ വെച്ച് പ്രസിദ്ധീകരിക്കും. ആൺമക്കൾ മൂത്തവരുമായ കോടങ്കോട്ട് പള്ളിക്കുട്ടി ഹാജി, അതേപോലെ പുന്നത്തുരുത്തി കുഞ്ഞേത് സ്റ്റേജിന്റെ മുമ്പിലായിട്ട് ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൗണ്ടറിൽ ഒരു രജിസ്ട്രേഷൻ ഫോമുണ്ട്. ആ ഫോം വാങ്ങി എല്ലാവരും പൂരിപ്പിക്കണം. എന്നാൽ നമുക്ക് അടുത്ത ഡയറക്ടറി വളരെ വിശദമായിട്ട് കുറ്റമറ്റ രീതിയിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അതിനായി എല്ലാവരും സഹായിക്കണമെന്ന് ആവശ്യിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയും കേരള നിയമ സാമാജികനുമായ ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബ് അവരുകളായിരുന്നു. അദ്ദേഹം രാവിലെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുകയും കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആകസ്മിക മരണം അറിയുകയും ആ ഡെഡ് ബോഡി ജനാദ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. 2 മണിക്കൂറെങ്കിലും അദ്ദേഹം ഇവിടെ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യേക ക്ഷണിതാവായി ഈ മഹത്തായ സംരംഭത്തിന് ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും ഇവിടെ എത്തിപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ നെൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി പവിത്രൻ അവരുകളാണ് ഈ കുടുംബസംഘം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ അഭ്യുദയകാംക്ഷി കൂടിയായ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി പവിത്രനെ കോടങ്കോട് ഫാമിലി വെൽഫെയർ ട്രസ്റ്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിന് ആശംസകൾ നേരുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞ വ്യക്തിത്വമായ ശ്രീ TPM തങ്ങൾ. ബഹുമാനമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ട്രസ്റ്റിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ നാട്ടിലെ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ ടി മുഹമ്മദ് അലി. ബഹുമാനപ്പെട്ടവരെയും ഞാൻ ഈ ട്രസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ വേണ്ടി ഒരു നിമുളാണ്ടി കുഞ്ഞുമദ് ഹാജി കണ്ണൂരായങ്ങളുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിനും ഈ ട്രസ്റ്റ് രൂപം നൽകിയിട്ടുണ്ട്. അധ്യക്ഷ വേദിയിൽ നമ്മുടെ എല്ലാം കോടങ്കോട്ട് തറവാടിന്റെ കാരണവരും നെൽപ്പറ്റ മഹലിന്റെ കാരണവരുമായ കോടങ്കോട്ട് അബ്ദുള്ള ഹാജി, സൗഭാഗ്യത്തിനും കഴിയണം. കൊല്ലത്തിൽ എല്ലാവരും കൊച്ചിൻ്റെ ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകി സഹായിക്കണം. അടുത്ത കുടുംബസംഗമം ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബറിൽ പാറച്ചാലി അഹമ്മദിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നതാണ്. ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിനായി നെൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി പവിത്രൻ. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോടങ്കോട്ട് കുടുംബത്തിലെ കാരണവരായിട്ടുള്ള കോടങ്കോട്ട് അബ്ദുള്ള ഹാജി, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കോടങ്കോട്ട് കുടുംബത്തിലെ തലമുതിർന്നവരും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മാർഗദർശികളുമായി മുന്നോട്ട് പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ,
സഹോദരി സഹോദരന്മാർ, ഇത്തരമൊരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചും കോടങ്കോട്ട് കുടുംബം ഈ സമൂഹത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള നിങ്ങൾ സമൂഹത്തിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രമുഖ വാഗ്മിയും ഇസ്ലാം മത പണ്ഡിതൻ കൂടിയും ജനപ്രതിനിധിയും ഒക്കെ ആയിട്ടുള്ള അബ്ദുൾ സമദ് സമദാനി MP ആണ്. അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നതിൻ്റെ 1% പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാക്കാൻ കഴിയില്ല. ഒരു കാലത്ത് തന്നെ രണ്ട് പ്രമുഖ വ്യക്തികൾ വരുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ സംസാരിക്കാനായിരിക്കുമെന്നാണ് വന്നിരുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കോടങ്കോട്ട് കുടുംബത്തിന്റെ ഒരു സംഗമ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ആണ് ഞാൻ ആ ക്ഷണത്തെ സ്വീകരിച്ചത്. ഇന്ന് എൻ്റെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കുകയാണ്. എൻ്റെ മരുമകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ. അവരെയെല്ലാം അവരുടെ വീട്ടിലേക്ക് യാത്ര അയച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടങ്കോട്ട് കുടുംബത്തിലെ വിദ്യാഭ്യാസപരമായും അതുപോലെ മറ്റു രൂപത്തിലെല്ലാം തന്നെയുള്ള ഉയർച്ച ഉണ്ടാകുന്നതിനാവശ്യമായ രൂപത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സഹായിക്കേണ്ടവർ, അതുപോലെ മറ്റ് രൂപത്തിലേക്ക് സമൂഹത്തിൽ ഇവർ ഓരോരുത്തരെയും പോലെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുക. അതിനുള്ള ഒരു ട്രസ്റ്റ്, ഒരു സംരക്ഷണ സമിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വളരെ നല്ല രൂപത്തിൽ പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കോടങ്കോട്ട് കുടുംബത്തില് എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെയെല്ലാം ഒരു കുടുംബമായി കണ്ടുകൊണ്ട് അതിൽ സാമ്പത്തികമായി ശേഷിയുള്ളവരുണ്ടാകാം, സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുണ്ടാകാം, ശാരീരികവും മാനസികവുമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ടാകാം, മറ്റ് പല തലങ്ങളിൽ അവശതകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അവരെയെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഒരു ഭദ്രത ഇവരുടെ കൂടി ക്ഷേമമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ അതിനുവേണ്ടി സഹായകരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുക എന്നതാണ് ഈ ട്രസ്റ്റ് രൂപീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നും നിങ്ങൾ പറയുമ്പോൾ ഇവിടെ സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു മനുഷ്യസ്നേഹപരമായ ഒരു ഇസ്ലാമിക ദർശനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഒരുപാട് പ്രവർത്തനങ്ങളും എല്ലാം സാമൂഹ്യ നന്മക്ക്